ജനിമൃതികളുടെ ഇതളുകൾ. നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾക്ക് കൊടുത്തിട്ടുള്ള 3 പേരാണ് ജനനം, ജീവിതം, മരണം. നാരായണ ഗുരു മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പറയുന്ന 2 വരി: ജനനവുമില്ല പിറപ്പുമില്ല വാഴ്വും, നരസുരരാദിയും ഇല്ല നാമരൂപം. ഇവിടെ ജനനമില്ല, ജീവിതമില്ല, മരണമില്ല, മനുഷ്യനുമില്ല, ദേവനുമില്ല. എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ രൂപങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേര് മാത്രമാണ്, അല്ലെങ്കിൽ നാമങ്ങളും രൂപങ്ങളുമാണ്. നമ്മൾ ഒരു ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മളുടെ മനസ്സിനും നമുക്ക് ബുദ്ധിക്കും അനുഭവിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് മുൻപിൽ വരുന്നതിനെയാണ് നമ്മൾ ജനിച്ചു എന്ന് പറയുക. അപ്പം എന്നോട് ഞാൻ എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1971 മാർച്ച് 28 പുലർച്ചെ 5:30. അപ്പം 5 മണിക്ക് ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ഏകദേശം അതേ ശരീരത്തോടെ എല്ലാ അവയവങ്ങളോടും കൂടി അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ട് ഞാൻ. പക്ഷെ ജനിച്ചു എന്ന് ഞാൻ പറയില്ല. അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 9 മാസവും ഞാൻ അവിടെ വളരുന്നുണ്ട്. അതിൻ്റെ തൊട്ട ബാക്കിൽ അച്ഛനിൽ ബീജമായിട്ടും അമ്മയിൽ അണ്ടമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ എവിടെയാണ് എൻ്റെ ജനനം ഉണ്ടായത്? എൻ്റെ ജനനം ഉണ്ടായത് ഞാൻ പറയുക എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ പുറത്തു വന്നപ്പോഴാണ്. അതേപോലെ തന്നെ എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അനുഭവിക്കാവുന്ന തരത്തിൽ പുറത്തിരിക്കുന്നിടത്തോളം കാലം അയാൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. എപ്പോഴാണോ അത് എനിക്ക് ഇന്ദ്രിയങ്ങൾ ഷൗക്കത്ത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സുകൊണ്ടും കാണാൻ പറ്റുന്നില്ല, ബുദ്ധി കൊണ്ടും കാണാൻ പറ്റുന്നില്ല. എവിടെ ആളില്ല, ആളങ്ങില്ലാണ്ടായിപ്പോയി. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾ മരണം എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരുപാട് കളിമണ്ണ് കുഴച്ചിട്ട് അതിൽ നിന്നൊരു കലമുണ്ടാക്കി, നല്ല മനോഹരമായിട്ടുള്ളൊരു കലമുണ്ടാക്കി. കളിമണ്ണിലേക്ക് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കളിമണ്ണിൽ എന്തൊക്കെയാണുള്ളത് അതേ മെറ്റീരിയൽ, അതിലുള്ള കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഷേപ്പ് എടുത്തിട്ട് അത് ചുട്ടെടുത്തിട്ട് സൈഡിൽ വെച്ചപ്പോൾ നമ്മൾ കലം എന്ന് അതിനെ പേര് വിളിച്ചു. കലം അങ്ങനെ ജനിച്ചു. സത്യത്തിൽ അത് കലമാണോ കളിമണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിമണ്ണെടുത്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് മെനഞ്ഞ് അത് ചുട്ടെടുത്ത് വെച്ചതിന് നമ്മൾ കൊടുത്ത പേരാണ് കലം. കളിമണ്ണല്ലാതെ ഒന്നുമില്ല അവിടെ ആ കലം അവിടെ ഇങ്ങനെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വടിയെടുത്തൊരു ഒറ്റടി, കലം പൊട്ടി, കലം മരിച്ചുപോയി. പക്ഷെ ആ കലം അങ്ങ് പൊട്ടി താഴെ വീണപ്പോൾ ആ കലത്തിലുണ്ടായിരുന്ന ഒന്നും നശിച്ചിട്ടില്ല. നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ കലം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം പൊട്ടിക്കെടുക്കുന്നതിലുണ്ട്. ആകെ സംഭവിച്ചത് ആ രൂപം പൊട്ടിയെന്നേ ഉള്ളൂ. അതിൻ്റെ കണ്ടൻറ്റ് ഒന്നും എവിടെയും പോയിട്ടില്ല. പക്ഷെ കലം പോയി എന്ന് നമ്മൾ പറയും. കളിമണ്ണ് അവിടെയുണ്ട്. ഇനി കളിമണ്ണ് നമ്മൾ അങ്ങ് കത്തിച്ചു, അത് നമ്മൾ ഇടിച്ചങ്ങ് പൊടിയാക്കി. നമുക്ക് ഇടിച്ചടിച്ച് പൊടിയാക്കാം. പൊടിയാക്കുമ്പോഴും ഈ കളിമണ്ണിലുണ്ടായിരുന്ന കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം, ആ കലത്തിൽ നിന്നുണ്ടാക്കിയ പൊടി, ഇതിലെല്ലാറ്റിനും കണ്ടൻറ്റ് എവിടെയും പോകണില്ല, എല്ലാം അവിടെ ഉണ്ട്. അവസരം നമ്മളാ പൊടി എടുത്തിട്ട് അങ്ങ് ഊതി, ഷൂന്നങ്ങ് ഊതി അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വിട്ടു. അതിവിടെ ഇങ്ങനെ അങ്ങ് പോയി. എന്തെങ്കിലും നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഇല്ലാതായി പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതായി പോയിട്ടില്ല. വിഘടിച്ച് പോയിട്ടേ ഉള്ളൂ. ഇവിടെ തന്നെയാണ് വിഘടിച്ച് പോയത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുക എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമാകുന്ന രീതിയിൽ മുൻപിൽ രൂപപ്പെടുന്ന രൂപം വരുമ്പോഴാണ് നമ്മൾ ജനിച്ചു എന്ന് പറയുക. ആ രൂപം അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു, അവസാനത്തെ അറ്റം വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ നിലനിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും.
അത് നമ്മൾക്ക് അതുവരെ കണ്ടുകൊണ്ടിരുന്ന രൂപത്തിൽ നിന്ന് വിട്ടുപോകുന്നതോടെ നമ്മൾ മരിച്ചു എന്ന് പറയും. അപ്പോൾ നമുക്ക് ജനനമുണ്ട്, നമുക്ക് ജീവിതമുണ്ട്, നമുക്ക് മരണമുണ്ട്. പക്ഷെ സൂക്ഷ്മതയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനനവുമില്ല, പിറപ്പുമില്ല, മരണവുമില്ല, പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതിൽ നിന്ന് പലതുണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇവിടെ തന്നെ ഇല്ലാതാവുന്നു. ഇവിടെ എന്താണ് ഉള്ളത്? അതിന് രൂപം ഉണ്ടാകുന്നു. അതിന് രൂപം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഉണ്ടായി എന്ന് തോന്നുന്നുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാണ് നമുക്ക് ഉള്ളത് എന്ന് പറയുന്നത്. പക്ഷെ ആ ഉള്ളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ, ഇപ്പം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ളത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരു ഇല കണ്ടു, ഞാൻ ഇതിനെ ഇല എന്ന് വിളിച്ചു. പക്ഷെ യഥാർത്ഥത്തിലുള്ളത് എന്താണ് എന്ന് കുറച്ചും കൂടി കൃത്യമായിട്ട് കാണാൻ വേണ്ടി നമ്മൾ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ചു. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ചതാണ് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും. കണ്ണിൻ്റെ പരിണാമമാണ്, എക്സ്റ്റേണലായിട്ടാണ് നമ്മൾ പരിണമിപ്പിച്ചത്. ടെലസ്കോപ്പ് ഉണ്ടാക്കിയപ്പോൾ എത്ര ദൂരത്തുള്ളത് നമുക്ക് അടുത്ത് കാണാൻ പറ്റി. മൈക്രോസ്കോപ്പിലൂടെ അടുത്ത് കാണുന്നത് ശരിക്കും എന്താണെന്ന് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ മൈക്രോസ്കോപ്പ് എടുത്ത് മെല്ലെ ഇവിടെ വെച്ചു. മൈക്രോസ്കോപ്പിലൂടെ ഞാൻ ഇതിലേക്ക് നോക്കിയപ്പോൾ ഇല കാണുന്നില്ല. ശരിക്കുള്ള കാഴ്ചയാണത്. അപ്പോൾ കാണുന്നത് എന്താണ്? ആകപ്പാട് എന്തോ ഒരു പുഴു ഇളകുന്ന പോലെ കുറേ സംഭവങ്ങൾ. അതേ മൈക്രോസ്കോപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അതൊക്കെ തന്നെ ഇവിടെയും കാണുന്നു. ഒരു പുഴ ഇളകുന്ന പോലെ എന്തൊക്കെയോ കാണുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മരം കാണുന്നില്ല, ഇല കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ല. ഈ പച്ച കാണുന്നില്ല, നീല കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോഴാണോ ശരിയായി നമ്മൾ മുമ്പിലുള്ളത് കണ്ടത്? അതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് നോക്കിയപ്പോഴാണോ ശരിയായി കണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നത് പരിമിതമായ കാഴ്ചയാണ്. ഈ കണ്ണുകൊണ്ട് കണ്ടതിനെയാണ് നമ്മൾ ഇല എന്ന് വിളിച്ചത്. മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയ സമയത്ത് നമ്മൾ ഇല എന്നല്ല വിളിച്ചത്. കുറേ ആറ്റംസിൻ്റെ സംഘാതമാണ് ഇല എന്ന് വിളിക്കുന്നത്. ഇനി ആറ്റംസിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വിഘടിച്ച് വേറെയാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ളത് എന്ന് തോന്നുന്നത് ഇലയാണ്. ഇലയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ഇത് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയും. അപ്പം നമ്മളും അങ്ങനെ നമ്മളെ കാണുന്നത്. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവമാകുമ്പോൾ ജനിച്ചുവെന്നും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വിലയിക്കുമ്പോൾ നമ്മൾ മരിച്ചു എന്നും പറയുന്നു. അതാണ് എനിക്ക് മരണത്തെക്കുറിച്ച് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്.